ഇനി നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ആയാലോ? അതിനായിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്തേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ. അതിനുശേഷം ലേശം വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങാനീരോ പിഴിഞ്ഞൊഴിക്കാം. പിന്നെ ഒരു നുള്ള വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പെരട്ടി ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3/4 ഭാഗം ചിക്കൻ വേവുന്ന അനുസരിച്ചിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. ചിക്കനൊക്കെ വേവിച്ച് അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണയൊന്നൊഴിച്ച് കുറച്ച് പെരിഞ്ചീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. നല്ലപോലെ ചതച്ച് ചേർക്കാം, അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ചതച്ചത് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ചേർത്തേക്കുന്നത്. പിന്നെ 1-2 കാന്താരിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ചേർത്തത് നമ്മുടെ സവാളയാണ്. സവാള നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്കുള്ള മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ലേശം ഉലുവാപ്പൊടിയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇറച്ചിക്കറിയിലൊക്കെ ലേശം ഉലുവാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ. ആരെങ്കിലും അങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതിനുശേഷം ഞാൻ ചേർത്തത് ചതച്ച മുളകാണ്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ചേർക്കുന്നത്. കാരണം ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തത് ആദ്യം. അതിനുശേഷം നമുക്ക് കുറച്ച് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മൾ 3/4 ഭാഗത്തോളം വേവിച്ച് വെച്ച നമ്മുടെ ചിക്കനാണേ. ചിക്കൻ ഇങ്ങനെ വേവിച്ച് ചേർക്കണം എന്ന് നിർബന്ധം ഇല്ല കേട്ടോ. ഞാനിങ്ങനെ ചേർത്തത് ചിക്കൻ്റെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനത് എടുത്തു അങ്ങനെ ചെയ്തത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ്റെ മസാല പുരട്ടി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് കുക്കായിട്ടുണ്ടാവും. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചതച്ച മുളക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്ന നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.